ഈ എല്ലാവരും കൂടെ ഈ ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ കിടന്ന് എന്താ ഈ കാണിക്കുന്നേ? ഒന്നുമില്ലേലും ഒരു വീടിനകത്ത് പോട്ടെ, ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നതല്ലേ, ഒന്ന് തമ്മിൽ കണക്ട് ആവാനൊന്ന് ശ്രമിക്കാലോ. ആരും തമ്മിൽ അങ്ങ് കണക്ട് ആകുന്നുമില്ല, ആരും ശ്രമിക്കുന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഫേക്കായിട്ട് കളിക്കുന്നതുകൊണ്ടായിരിക്കാം അവർക്ക് കണക്ട് ആകാൻ പറ്റാത്തതെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. എന്തായാലും ഫേക്ക് കാർഡ് എടുത്തതിനും മറ്റേ പല കാർഡുകൾ എടുത്തതിനും ലാലേട്ടൻ വരുമ്പോൾ എല്ലാവരെയും കൂടെ പൊരിക്കും. അത് മാത്രമല്ല, നമ്മുടെ പണിപ്പുര അത് ആരും അങ്ങ് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. എല്ലാവരും ഓരോ സാധനങ്ങൾ കട്ടെടുത്തും അങ്ങനെ മാറ്റി വെച്ചും ഒക്കെ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് പല സമയത്തും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെയിനിങ് വോയിസ്. അപ്പോൾ ഇതൊരു റിവ്യൂ അല്ല, എൻ്റെ മനസ്സിൽ തോന്നിയ ചെറിയ കെണികൾ. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ചാൻസ് കിട്ടിയപ്പോ ശൈത്യനെ തന്നെ ഔട്ടാക്കാൻ നോക്കിയത് കണ്ടോ. ഒരു 2-3 സെക്കൻഡും കൂടെ ഉറങ്ങിക്കിടന്നിരുന്നെങ്കിൽ ശൈത്യ ഇപ്പൊ എലിമിനേറ്റഡാ. ആ ഒരു രീതിയിലാണ് അവർ രക്ഷപ്പെട്ടു പോകുന്നത്. ജസ്റ്റ് ആ റെഡ് ലൈനിന്റെ അവിടെയാണ് ആദ്യത്തെ കാല് കൊണ്ടുവന്ന് വെച്ചത്. അപ്പോഴാണ് എനിച്ചത്. കട്ടിലിൽ കിടക്കുന്നവരെയാണ് എടുത്തു കൊണ്ടുപോയി പുറത്താക്കാൻ എളുപ്പം എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ കട്ടിലിൽ കിടക്കുന്ന കാര്യം ഇനിയൊന്ന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി രാത്രി ആരാ കിടക്കുന്നതെന്ന് നമുക്ക് വഴിയേ കാണാം. ഞാൻ ഇന്നലെ മുതൽ കാത്തിരുന്ന സെപ്റ്റിക് ടാങ്കിനെതിരെയുള്ള റിയാക്ഷൻ വന്നു കേട്ടോ. പക്ഷെ അത് എല്ലാ സ്ത്രീകൾക്കും കൂടി വിട്ടുകൊടുത്തേക്കാണ്. ഒരു സ്ത്രീ കാർഡും എടുത്തിട്ടുണ്ട്, ഒരു വിധവ കാർഡും എടുത്തിട്ടുണ്ട്. ആ കാർഡ് എടുത്തപ്പോഴേ അനുവോടെ പറഞ്ഞു അത് സ്ത്രീകളെയോ വിധവകളെയോ അല്ല പറഞ്ഞേക്കുന്നത്, അത് ചേച്ചീനെയാണ് വിളിച്ചേക്കുന്നത്. അപ്പൊ ചേച്ചി തന്നെ ചേച്ചിയുടെ പേരിൽ അത് സോൾവ് ചെയ്യേണ്ടതാണ് എന്നുള്ള രീതിയിൽ അനുവോടെ പറയണ്ടായിരുന്നു. അതെന്തായാലും എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ 2 കാർഡ് എടുത്തുകൊണ്ട് മാത്രം എല്ലാ ഹൗസ്മേറ്റിന്റെ സപ്പോർട്ടും പോയിട്ടോ. അതുകൊണ്ട് അക്ബർ ഈ പ്രാവശ്യം രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ വിഷയം ഇനി പൊങ്ങി വരില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സ്വന്തമായിട്ട് നിന്ന് തല്ലിടാൻ വയ്യാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾ പെണ്ണുങ്ങൾക്കൊക്കെ ആയിട്ട് അങ്ങ് വിട്ട് തന്നേക്കുന്നത്. എന്തായാലും ഒന്ന് സൂക്ഷിച്ചേക്കണേ. പിന്നെ നമ്മുടെ സ്റ്റാർ ബാൻഡിന്റെ പുതിയ ടാസ്ക് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നെവിൻ അവിടെ പെട്ടിട്ടുണ്ട്. കാരണം ആ ടാസ്ക് ഇങ്ങനെ വരും എന്നൊന്നും നെവിൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. എന്തായാലും നെവിന്റെ കയ്യിലുണ്ടായ കട്ടെടുത്ത് വെച്ച ബാൻഡ് കൊടുക്കേണ്ടി വന്നെങ്കിലും മത്സരിച്ച് ഒരു ബാൻഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് അത്ര ഫെയർ ആയില്ല എന്നും എനിക്ക് തോന്നി. എന്തായാലും ഒരു 72 മണിക്കൂറത്തേക്ക് ആ ബാൻഡിന്റെ അവകാശം ഉള്ളൂ എന്തായാലും. അപ്പൊ നമുക്ക് നോക്കി കാണാം. മിക്കവാറും 72 മണിക്കൂർ കഴിയുമ്പോൾ ഇനി ബിഗ് ബോസിന്റെ മനസ്സ് മാറിയില്ലെങ്കിൽ അടുത്ത ടാസ്ക് വരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ടാസ്ക് വഴി വേറൊരാൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവട്ടെ. അപ്പൊ നിവിന് ഇപ്പൊ കിട്ടിയേക്കുന്ന ബാൻഡ് ഗിസൈലിന്റെ ബാൻഡാണ് കേട്ടോ. അത് ഗിസൈലിന് അത്ര അങ്ങ് ബോധിച്ചിട്ടില്ല. കാരണം അത് വളരെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഗിസൈൽ. ഏത് ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ, ആ മേക്കപ്പ് സാധനങ്ങളും ഒക്കെ ഒന്ന് തിരിച്ചു കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. എന്തായാലും നിവിന് ബാൻഡ് കിട്ടിയെങ്കിലും ആ യൂണിഫോം ഒന്ന് മാറാൻ വേണ്ടി പെട്ടി വരാൻ കാത്തിരിക്കുവാണ് നമ്മുടെ സ്റ്റോർ റൂമിന്റെ ഫ്രണ്ടില്. ക്ഷമ കെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഗിസൈലാണെങ്കിൽ ബാൻഡ് പോയിട്ടും മേക്കപ്പ് ഇട്ടുകൊണ്ട് അങ്ങനെ നടക്കുവാണ്. അവസാനമാണെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് ഒരു ഇൻസ്പെക്ഷൻ വെച്ചു. നമ്മൾ സ്കൂളിൽ മറ്റേ മൊബൈലോ DVD ഒക്കെ കൊണ്ടുപോകുന്ന ഇൻസ്പെക്ഷൻ വെച്ച് പിടിക്കൂലേ, അതുപോലെ ഒരു ഇൻസ്പെക്ഷൻ വെച്ചു. ലീഡർക്കാണ് ഇൻസ്പെക്ഷന്റെ ചുമതല കൊടുത്തേക്കുന്നത്. ലീഡർ എന്തായാലും എല്ലാവരെയും വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് വിശ്വസിക്കാൻ പറ്റുന്നവരെയൊക്കെ അവിടെ കൊണ്ടേ ഇരുത്തി ബാക്കി കുറച്ചു പേരെ സെലക്ട് ചെയ്ത് ബിഗ് ബോസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവസാനം ബിഗ് ബോസ് കയ്യിൽ സാധനങ്ങളുള്ളവരെയൊക്കെ പിടിച്ചിട്ട് സാധനങ്ങളൊക്കെ തിരിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് വാണിംഗ് ആണെന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്. ഇനിയും പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ കഥ മാറും എന്നാണ് പറയുന്നത്. ഗിസയിൽ ഇപ്പോഴും ഒരു മേക്കപ്പ് സെറ്റ് ഒക്കെ കയ്യിലുണ്ടെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത് കേട്ടോ. ഇനി ലാലേട്ടൻ എന്തായാലും ഇതിനൊരു ഫയറിങ് ഉണ്ട്, അത് നമുക്ക് വീക്കെൻഡിൽ കാണാം. കാരണം ലാലേട്ടൻ ഫസ്റ്റ് തുടങ്ങിയപ്പോഴേ പറഞ്ഞത് ഈ പണിപ്പുര എൻ്റെ ക്രിയേഷൻ ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടണമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളാരാ, മണ്ടന്മാരായില്ലേ? നമുക്ക് കാണാം എവിടെ വരെ എത്തൂന്ന് അല്ലേ. അതിനിടയിൽ അക്ബർ ആണെങ്കിൽ വളരെ വലിയ മാസ്റ്റർ പ്ലാനുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം ബാക്ക് ഫയർ ചെയ്യുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഏതെങ്കിലും സക്സസ് ആവുമെന്ന് നമുക്ക് വഴിയേ കാണാം. അപ്പൊ നമ്മുടെ ഭാഗ്യത്തിന്റെ പണിപ്പെട്ടി ടാസ്കിന്റെ 2ാമത്തെ ഡേ തുടങ്ങുകയാണ് കേട്ടോ. അപ്പൊ ഇന്നലെ നമ്മുടെ ഷാനവാസിന്റെ കയ്യിലായിരുന്നു ഗോൾഡ് കോയിൻ. അപ്പൊ ആ ഗോൾഡ് കോയിന്റെ സൂപ്പർ പവർ യൂസ് ചെയ്യണമെങ്കിൽ ഇന്ന് ഒരാളെ സെലക്ട് ചെയ്യണം ഗോൾഡ് കോയിൻ എടുക്കാൻ വേണ്ടി. അപ്പൊ ഇന്നും ഗോൾഡ് കോയിൻ എടുക്കാൻ സെലക്ട് ആയത് നമ്മുടെ കഥഭാഗ്യനായ ആര്യൻ തന്നെയാണ് കേട്ടോ. എന്തായാലും അവൻ അടിപൊളിയായിട്ട് കളിച്ചു. പക്ഷെ ബിഗ് ബോസ് അവിടെ വേറൊരു കളി കളിച്ചു. ഇവിടെ പുതിയൊരു കോയിനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഡെസ്റ്റിനി കോയിൻ. പിന്നെ ഒരു ഗോൾഡ് കോയിനും ഒരു ഡെസ്റ്റിനി കോയിനും ആണെന്നുള്ളത്. അപ്പൊ ബിഗ് ബോസ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡ് കോയിനോ ഡെസ്റ്റിനി കോയിനോ അവിടെ എടുക്കാനുള്ള സ്ഥലത്ത് ഇട്ടില്ല. അവിടെ മൊത്തം റെഡ് കോയിൻസ് ആയിരുന്നു.
ആ റെഡ് കോയിൻസ് ഏറ്റവും കൂടുതൽ വാരിയ 2 പേർക്കാണ് ഈ ഡെസ്റ്റിനി കോയിനും ഗോൾഡ് കോയിനും കിട്ടിയത്. അപ്പൊ അക്ബറിനായിരുന്നു ഏറ്റവും കൂടുതൽ റെഡ് കോയിൻസ് ഈ പ്രാവശ്യം കിട്ടിയട്ടോ. പിന്നെ അഭിലാഷിനും ആയിരുന്നു. അപ്പോൾ അക്ബറിനോട് പറഞ്ഞു ഗോൾഡ് കോയിൻ വേണോ അതോ സിൽവർ കോയിൻ, അത് ഡെസ്റ്റിനി കോയിൻ വേണോ എന്ന് സെലക്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അക്ബർ ഡെസ്റ്റിനി കോയിനും സെലക്ട് ചെയ്തു, അഭിലാഷിന് ഗോൾഡ് കോയിനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗോൾഡ് കോയിൻ കിട്ടിയ അഭിലാഷിന് കിട്ടിയ സൂപ്പർ പവർ ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള പവറാണ് കേട്ടോ. എന്ന് വെച്ചാൽ കഴിഞ്ഞ ടാസ്കിൽ ഗോൾഡ് കോയിൻ കിട്ടിയ ഷാനവാസും അതിന്റെ കൂടെ ഇന്ന് കളിച്ച ആര്യനിലും നിന്ന് ആരെങ്കിലും ഒരാളെ അടുത്ത എലിമിനേഷന് നോമിനേറ്റ് ചെയ്യാന്നുള്ളതാണ്. എന്തായാലും അവരൊക്കെ കാത്തിരിക്കുവായിരുന്നു ഷാനവാസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ അഭിലാഷ് നമ്മുടെ ഷാനവാസിനെ അടുത്ത പ്രാവശ്യത്തെ വോട്ടിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത നമ്മുടെ ഡെസ്റ്റിനി കോയിൻ, അക്ബറിന്റെ കയ്യിലിരിക്കുന്ന ഡെസ്റ്റിനി കോയിന്റെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാത്രി നടക്കുന്ന ടാസ്ക് ഉണ്ടല്ലോ, പുകഞ്ഞ കുള്ളി പുറത്തായ ടാസ്ക്. അപ്പൊ ആ ടാസ്കിൽ നിന്ന് ഒരാളെ അകത്തോട്ട് വിളിച്ചിട്ട് അകത്ത് നിന്ന് ഒരാളെ പുറത്തേക്ക് ആക്കാന്നുള്ളതായിരുന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഷാനവാസിനെയാണ് അക്ബർ അകത്തോട്ട് വിളിച്ചേക്കുന്നത്. എന്നിട്ട് നമ്മുടെ രഞ്ജിത്ത് ചേട്ടനെ പിടിച്ച് പുറത്തുവാക്കി. ഞാൻ ഒന്ന് ഞെട്ടിയെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ഡിസ്കഷനിലാണ് മനസ്സിലായത് അത് ആ സ്നേഹത്തിന്റെ പുറത്തല്ല. എന്ന് വെച്ചാൽ അവിടെ നിന്ന് കളിച്ചെങ്ങാനും ജയിച്ച് അകത്ത് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കളിച്ച് ജയിച്ചു എന്നുള്ളൊരു പവർ കിട്ടൂലോ. അതിനു പകരം അക്ബർ പിടിച്ചകത്താക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കളിച്ച് ജയിച്ച ആ ഒരു ഇത് കിട്ടില്ലല്ലോ. അതിനു വേണ്ടിയാണ് പിടിച്ചകത്താക്കിയ പോലും. എന്തായാലും പിടിച്ച് അകത്താക്കിയതിന് ഷാനവാസിന് ഒരു നന്ദിയും ഇല്ല. നന്ദി പ്രകടിപ്പിച്ചതായിട്ട് നമ്മളവിടെ കണ്ടതേ ഇല്ല. ഷാനവാസ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ടാസ്കിന് ചെന്നപ്പോൾ ഷാനവാസ് അവിടെ ഉറങ്ങുന്നതായിട്ട് അഭിനയിക്കുമായിരുന്നു. എപ്പോഴോ എങ്ങാണ്ട് ഒന്ന് കണ്ണടച്ച് മയങ്ങിപ്പോയി എന്നേ ഉള്ളൂ എന്ന്. എനിക്ക് തോന്നുന്നത് 4-6 മണിക്കൂർ അങ്ങ് മയങ്ങി കാണുള്ളൂ, അതിൽ കൂടുതൽ മയങ്ങിയിട്ടുണ്ടാവില്ലേ. അഭിനയിക്കുവാർന്നോ അതോ മയങ്ങിക്കിടക്കുവാർന്നോ എന്നുള്ളതൊക്കെ ആള് പറഞ്ഞു. അതാണെന്ന് സമ്മതിക്കുക, അത്ര തന്നെ അല്ലേ. പിന്നെ വീക്ക്ലി ടാസ്കിന്റെ സെക്കൻഡ് റൗണ്ട് തുടങ്ങുകയാണ്. ഇത് കുറച്ചും കൂടെ സിമ്പിൾ ആക്കി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ബ്ലാക്കും വൈറ്റും കല്ലുകളേ ഉള്ളൂ. അതിൽ വൈറ്റ് മാത്രമേ എണ്ണപ്പെടുള്ളൂ. പക്ഷെ രണ്ടും അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞ് അത് ഗാർഡനിൽ മൊത്തം നിറച്ചിട്ടേക്കാണ്. അടിപൊളിയാണ് കേട്ടോ. അതിൽ നിന്നുള്ള കല്ലുകളും പറക്കി മൊത്തം എണ്ണം കൂട്ടിയിട്ട് ഏറ്റവും കൂടുതൽ കല്ല് ആരുടെ കയ്യിലാണോ അയാളാണ് അടുത്ത ലക്ഷറി ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പം എല്ലാവരും കല്ലൊക്കെ പറക്കി അവസാനം ഏറ്റവും കൂടുതൽ കല്ല് കിട്ടിയത് 37 കല്ലുകൾ കിട്ടിയത് നമ്മുടെ അക്ബറിനാണ് കേട്ടോ. അക്ബറാണ് ഇനി ഷോപ്പിങ്ങിന് പോകാൻ കിടക്കുന്നത്. അപ്പൊ അടുത്ത ലക്ഷറി ഷോപ്പിങ്ങിന് പോകാൻ തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോ തന്നെ പലരും പല റിക്വസ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അഭിശ്രീ ആണെങ്കിൽ വന്നേക്കുന്നത് ഒരു സോക്സ് എടുത്ത് കൊടുക്കാവോ എന്ന് ചോദിച്ചാണ്. ഈ ലക്ഷറി ഷോപ്പിംഗ് പണിപ്പുരയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം വേണം എന്ന് പറഞ്ഞ് അതിൽ കയറിയാ അത് തീർന്നു. കാരണം ആ സാധനം തപ്പിയെടുക്കാനുള്ള ടൈം അവിടെ കൊടുത്തിട്ടുണ്ടാവില്ല, മനസ്സിലായോ. പകരം പിങ്ക് മാത്രമാണ് എടുക്കണ്ടേ എന്ന് പറഞ്ഞ് കയറി പിങ്ക് എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ ഒക്കെയാണുള്ള സാധനങ്ങളൊക്കെ കിട്ടി എന്ന് പറയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയിട്ട് പിങ്ക് അവിടെ കണ്ടതേ ഇല്ല, എവിടെയോ ഒളിപ്പിച്ചു വെച്ചേക്കാണ്. പിന്നെ ബിനിയാണ് കേട്ടോ ഒരു റിക്വസ്റ്റ് ആയിട്ട് വന്നത്. ജനറൽ ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. കാരണം ഈ ആഴ്ച അങ്ങ് എത്തിക്കാൻ പാകത്തിനുള്ള ഫുഡ് ഐറ്റംസ് കയ്യിലില്ല എന്നുള്ളതാണ് കാര്യം. കുറച്ച് ഗോതമ്പ് പൊടിയും അരി ഒട്ടും ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വീടിന്റെ സിറ്റുവേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കറക്റ്റായിട്ട് റേഷൻ ചെയ്യാത്തത് കൊണ്ട് ഫുഡ് ഐറ്റം മൊത്തത്തിൽ അങ്ങ് തീർന്നു. എന്തായാലും ഈ ലക്ഷറി ഷോപ്പിങ്ങിന് പോകുമ്പോൾ എന്തെങ്കിലും ഫുഡ് ഐറ്റം കിട്ടുവാണെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോകും എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് ആള് ഫുഡ് ഇല്ലാതെ നടക്കുമോ അതോ ബിഗ് ബോസ് വേറെ വല്ലതും കൊടുക്കുമോ എന്താന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. ഗിസയിലാണെങ്കിൽ നിവിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണോ. ഇപ്രാവശ്യം ചൊറിയുന്ന വേറെ ഒന്നുമല്ല, ഞാനൊരു മല്ലു ചെക്കനുമായിട്ട് ഡേറ്റിങ്ങിന് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അതിന് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഒനീലിനെയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ പറഞ്ഞാണ് അവിടെ ഡിസ്കഷൻ. നിവിനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, ഞാനത് സമ്മതിക്കില്ല, ഈ ഐഡിയ തന്നെ ഞാൻ മണ്ണെണ്ണയിട്ട് കത്തിച്ച് കളയും എന്ന് പറഞ്ഞാണ് നിവിൻ നിൽക്കുന്നത്. എന്തായാലും അവിടെ ഇംഗ്ലീഷ് സംസാരം കുറച്ച് കൂടിയത് കൊണ്ട് ബിഗ് ബോസ് അവിടെ ഇന്ററപ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു ടോപ്പിക് ആയിരുന്നു അത്. പക്ഷെ എല്ലാവരും അവിടെ ഇങ്ങനെ ഫേക്കായിട്ട് പ്രാങ്കൊക്കെ കളിച്ച് നിൽക്കുന്ന കാരണമാണെന്ന് തോന്നുന്നു. ആർക്കും അങ്ങ് തമ്മിൽ കണക്ട് ആവാൻ പറ്റുന്നില്ല. അപ്പാനിയും നൂറയൊക്കെ ഇരുന്ന് ഒന്ന് സംസാരിക്കുന്നത് കണ്ടു, ലൈഫ് സ്റ്റോറിയൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഒന്ന് കണക്ട് ആയി വരുവാണെങ്കിൽ അത് കാണാനും ഒരു ഭംഗി ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പെയറായിട്ട് കളിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് മോഡോ അങ്ങനെയൊക്കെ ഇതിൽ വരുവാണെങ്കിൽ ഒരു രസമായിരിക്കും അല്ലേ. അതിനാണ് ഞാനും കാത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നൈറ്റ് ടാസ്കിന് വേണ്ടി ഷാനവാസിന് പകരം രഞ്ജിത്തേട്ടൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആരും പ്രതീക്ഷിക്കാതെ രഞ്ജിത്തേട്ടനാണെങ്കിൽ അവിടെ ഫുള്ള് ഇങ്ങനെ നടന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ആക്റ്റീവായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്, ഉറങ്ങാതെ നിൽക്കുവാണ്. ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ ഉള്ളൊരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. ശൈത്യയാണ് നമ്മുടെ കട്ടിലിൽ കയറി കിടന്ന് തുടങ്ങിയത്. എങ്കിലും ശൈത്യക്ക് അവിടെ കിടക്കാൻ വളരെ പേടിയായതുകൊണ്ട് ഉറങ്ങിക്കിടന്നിരുന്ന ഗിസൈലിനെ പിടിച്ച് കട്ടിലിൽ കയറ്റി കിടത്തിയിട്ടുണ്ട്.
ഗിസയിലാണെങ്കിൽ വളരെ വിജിലന്റ് ആയിട്ടാണ് ഉറങ്ങുന്നത് കേട്ടോ. ആരെങ്കിലും ഇങ്ങനെ അനങ്ങുമ്പോഴേക്കും ചാടി എണിച്ച് എന്താ സംഭവിച്ചത് എന്നുള്ള രീതിയിലാണ് ഉറങ്ങുന്നത്. എന്തായാലും നമ്മുടെ രഞ്ജിത്തേട്ടൻ പറയുന്നുണ്ട് ഉറങ്ങിക്കോ ഞാനിവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ അവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. നാളെ എന്താവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇപ്പോഴും കുറെ പേര് ഇങ്ങനെ ഒരു നൈറ്റ് ടാസ്ക് ഈ വീട്ടിൽ നടക്കുന്നുണ്ട് എന്ന് അറിയുന്നില്ലാത്ത രീതിയിൽ പോയി കിടന്ന് ഉറങ്ങുന്നവരും ഉണ്ട് കേട്ടോ. കുറെ പേര് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ചെയ്യാം, എങ്ങനെ സെറ്റാക്കാം എന്നുള്ളതൊക്കെ. അങ്ങനെ നമ്മുടെ ഈ നൈറ്റ് ടാസ്കിൽ ഇതുവരെ മുഖം കാണിക്കാത്ത ഒരാളായിരുന്നു രഞ്ജിത്ത് ചേട്ടനും. ഇപ്പൊ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ ചെന്ന് പെട്ടല്ലോ, ഇനിയിപ്പോ നനഞ്ഞ് കുളിച്ച് ഇറങ്ങിയാലേ പറ്റുള്ളൂ എന്ന് ഉറപ്പിച്ച് അങ്ങ് നിൽക്കുന്നുണ്ട്. എന്തായാലും എവിടം വരെ എത്തും ആ ടാസ്ക് എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഗിസൈലിനെയാണ് ഈ പ്രാവശ്യം പുറത്താക്കാൻ എളുപ്പത്തിൽ കിടക്കുന്നത്. കട്ടിലാണ് കിടക്കുന്നത്. 4 പേരും കൂടെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ പയ്യെ പൊക്കി കൊണ്ടുപോയി അവിടെ വെക്കാൻ പറ്റുന്നത് ഗിസൈലിനെയാണ്. അപ്പൊ ഗിസൈൽ എലിമിനേറ്റ് ആവുമോ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.